Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെഷൻ 26 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമ്മളിത് ചെയ്യാൻ പോകുന്നത് സെഷൻ 27 ആണ്. 27 പറയുന്നത് പ്രൊഹിബിറ്റേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് നിയർ കോട്ടൺ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ഈ കോട്ടൺ പ്ലാന്റുകൾ ഉണ്ടല്ലോ, നമ്മള് കോട്ടൺ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ക്ലോത്ത് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്ലോത്ത് പ്ലാന്റുകൾ അതിന്റെ ഓപ്പണേഴ്സിൽ സ്ത്രീകളും കുട്ടികളും വർക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നൊരു നിയമമുണ്ട്. കാരണം ഈ കോട്ടന്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഇത് മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ കുട്ടികളിലെ സ്ത്രീകളിലേക്കും എന്താണ് ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ വരെയും വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ കുട്ടികളാണ് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സ്ത്രീകൾ വർക്ക് ചെയ്യാൻ വരുമ്പോൾ മേ ബി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ കുട്ടികളെയും കൂടി കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ ഈ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആസ്മ പോലത്തെ അസുഖങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോട്ടൺ പ്ലാന്റുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും എന്ത് ചെയ്യുന്നില്ല, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാ മേഖലകളിലും ആർക്ക് സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടീഷൻ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ ഓപ്പണേഴ്സിന്റെ അടുത്ത് ആർക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും വർക്ക് ചെയ്യാനായിട്ട് പാടില്ല, അവർ അലോ ചെയ്യുന്നില്ല. അതിനൊരു ബാരിയറോ ഒരു പാർട്ടീഷനോ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. മറ്റു മേഖലകളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് അലോ ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് സെഷൻ 27 പറയുന്നത്. Prohibition of employment of women and children near cotton openers. Section 27. Child workers and women are not allowed to work in factory. അപ്പോൾ നമ്മൾ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കുട്ടികളും സ്ത്രീകളും ഈ ഫാക്ടറീസിൽ വർക്ക് ചെയ്യാനായിട്ട് അലൗ ചെയ്യില്ല. That involved in pressing of cotton in which cotton openers is at work. കോട്ടൺ ഓപ്പണേഴ്സിന്റെ അടുത്തൊന്നും വർക്ക് ചെയ്യാനായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും അലൗ ചെയ്യില്ല. കാരണം ഇവർക്ക് ഈ ക്രോണിക് ഡിസീസ് ആസ്മ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടതുകൊണ്ടും അതേപോലെ സ്ത്രീകൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും അതൊരു ഹെറിഡിറ്ററി ഡിസീസ് പോലെ കൈമാറി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഏരിയാസിൽ സ്ത്രീകളെ അലൗ ചെയ്യാത്തത്. They are however permitted to work on the side premises where feed end is located and the two are separated using a portion. ബാക്കിയുള്ള ഫീൽഡുകളിൽ കോട്ടൺ ഓപ്പണേഴ്സിന്റെ അടുത്ത് മാത്രമാണ് സ്ത്രീകളും കുട്ടികളെയും അലോ ചെയ്യാതെ. ബാക്കി കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലൊക്കെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിർബന്ധമായും അവിടെ ഒരു പാർട്ടീഷൻ വേണം, ഒരു സെപ്പറേറ്റ് പാർട്ടീഷൻ വേണം. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇവിടേക്ക് സ്ത്രീകളും കുട്ടികളും പോകാൻ പാടില്ല. ഇത് പെർമിറ്റഡ് ഏരിയ ആണ്, ഇവിടെ മാത്രമാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു പാർട്ടീഷൻ വേണം, നിർബന്ധമായും വേണം. Inspector of the factory is required to give a written permission in this regard. ഇത് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് എന്ത് ചെയ്യണം, ഒരു റിട്ടേൺ പെർമിഷൻ ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വർക്ക് ചെയ്യാം, ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റിട്ടേൺ പെർമിഷൻ നമ്മൾ ഫാക്ടറീസിൽ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഫാക്ടറീസിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലിഫ്റ്റ്, ഹോസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ്, അതേഴ്സ് ആണ്. നമുക്കറിയാം ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ ലിഫ്റ്റിംഗ് കാര്യങ്ങൾ ഉണ്ടാവും. ഓപ്പൺ ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സൈറ്റിലൊക്കെ ഓപ്പൺ ലിഫ്റ്റിൽ നമ്മൾ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പാസ് ചെയ്യാനായിരിക്കും. അല്ലാത്ത പക്ഷം എംപ്ലോയീസിനെ തന്നെ ലിഫ്റ്റ് വഴി എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഓപ്പൺ ലിഫ്റ്റും റിലേറ്റഡ്, അതേപോലെ തന്നെ ഹോസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാവും. വലിയ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള മെറ്റീരിയൽസ്, ക്രെയിൻ പോലത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ക്രെയിനൊക്കെ യൂസ് ചെയ്തത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മള് മുകളിലെ നിലയിലേക്കൊക്കെ നമ്മളത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ രണ്ട് സെക്ഷൻസും നമ്മൾ ശ്രദ്ധിക്കണം. സെഷൻ 28 ആൻഡ് 29 നമുക്ക് നോക്കാം. ലിഫ്റ്റ് ആൻഡ് ഹോയിസ്റ്റ്
നീഡ് ടു ബി മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം ഈ ലിഫ്റ്റിങ്ങിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും മെയ്ഡ് ചെയ്യാനായിട്ട്. ആൻഡ് പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ്, പ്രോപ്പർ ആയിട്ട് വേണം അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. They also needed to effectively maintained and inspected once every 6 months. 6 മാസം കൂടുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർസ് കണ്ടക്ട് ചെയ്യണം. അതേപോലെ അത് ഇൻസ്പെക്ട് ചെയ്യണം, ക്വാളിറ്റിയിൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും വേണം. The lift way as hoist way needed to covered properly. ആ പോകുന്ന വേ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കണം. Maximum load the two can bear must be marked and followed. എത്ര ലോഡ് അതിൽ കയറും എന്നുള്ളത് നോട്ട് ചെയ്തിരിക്കണം, മാർക്ക് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണ ലിസ്റ്റിലാണെങ്കിൽ ഇത് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ലിസ്റ്റിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് അറിവുണ്ടാവില്ല. പക്ഷെ നമ്മള് സാധാരണ ഇപ്പോ ലിസ്റ്റുകൾ ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ നമ്മളിപ്പോ എഴുതിയിട്ടുണ്ടാവും ഇത്ര പേഴ്സൺസ് അലൗ ആണ്, ഇത്ര എമൗണ്ട് ഓഫ് വെയിറ്റ് വരെ ഇതിൽ പെർമിറ്റഡ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ കയറിയപ്പോ എപ്പോഴെങ്കിലും? നമ്പർ ഓഫ് പേഴ്സൺസ് അലൗഡ് ആണ്, ഇത്ര വെയിറ്റ് വരെ നോക്കിയാണെന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ലിസ്റ്റിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ മാർക്ക് ചെയ്തിരിക്കണം. നമ്മൾ അതെല്ലാവരും ഫോളോ ചെയ്യണം. There must be a door on either side of the lift. Hoist used to carry workers. നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്യുന്ന ലിസ്റ്റുകളിൽ രണ്ട് സൈഡിലും എന്ത് വേണം? ഡോർ വേണം. മേ ബി എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും എന്ത് വേണം? ഡോർ വേണം. The state government has the authority to give exemption from complying with this rule. പിന്നെ ഈ ഒരു റൂളില് എന്തെങ്കിലും എക്സെപ്ഷൻ കൊടുക്കാനായിട്ട് ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് അധികാരമുള്ളത്. അതേപോലെ തന്നെ the chain, ropes, lifting machine, lifting track are also needed to follow the same rule. ഈ റൂളിൽ നമ്മൾ ഫോളോ ചെയ്യണം. നല്ല ക്വാളിറ്റി ഉള്ള ചെയിനും റോപ്സും ലിഫ്റ്റിംഗ് മെഷീൻസും ലിഫ്റ്റിംഗ് ട്രാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തരുത്. കാരണം നമുക്കറിയാം ലിഫ്റ്റിൽ നിന്ന് വീണ് ഇന്ന ആള് മരണം സംഭവിച്ചു. അപ്പോ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് അതിൽ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴാണ് അവർ ക്വാളിറ്റി കൺട്രോൾ ഒന്നും ഫോളോ ചെയ്തില്ല എന്നതൊക്കെ അറിയുന്നത്. ഇപ്പോ നമ്മൾ കേൾക്കുന്നത് സിമ്പിളായിരിക്കും. കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ അതിഥി തൊഴിലാളികളായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവര് മരണം സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിഥി തൊഴിലാളികളല്ലേ, അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പറ്റുന്ന ഒരു ആക്സിഡന്റോ ഇൻഷുറൻസോ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയെ കൊണ്ടോ പൈസ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നികത്താനായിട്ട് പറ്റില്ല. ഒരാളുടെ നഷ്ടം ചിലപ്പോ ആ ഒരു ഫാമിലിക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ ആ ഒരു ഫാമിലിക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി അത് എംപ്ലോയറുടെ തന്നെ ഡ്യൂട്ടിയാണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്. ഇനി റിവോൾവിംഗ് മെഷീൻസ് ഉണ്ട്. ഈ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ ഇല്ലേ, റിവോൾവ് ചെയ്യുന്ന മെഷീൻസ്. നോക്കട്ടെ ഞാൻ അതിന്റെ ഇമേജസ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിവോൾവിംഗ്. പണ്ടൊക്കെ നമ്മൾ റെയർ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് റിവോൾവിംഗ് മെഷീൻസ്. ഇന്ന് എനിക്ക് തോന്നുന്നു സാധാരണ കൺസ്ട്രക്ഷന്റെ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്താണ് റിവോൾവിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ അടിച്ചു നോക്കാം നമുക്കത്. കൂടുതൽ കണ്ടിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നോക്കാം കേട്ടാ. റിവോൾവിംഗ് മെഷീൻസ് ഓക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോ ഈ റിവോൾവിംഗ് മെഷീൻസ് ഒക്കെ നമ്മള് റിലേറ്റ് ചെയ്യുന്ന സെഷനാണ് സെഷൻ 30 വരുന്നത്. നമ്മൾ ഈ ഗ്രൈൻഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു മിനിമം മാക്സിമം സ്പീഡ് ഉണ്ട്. അവര് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും സ്പീഡിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുക, റിവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാരണവശാലും ഓവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്പീഡ് കൂട്ടാനായിട്ട് പാടില്ല. കാരണം സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ മേ ബി അത് ഒരു എന്താ പറയാ മേ ബി എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ റിവോൾവിംഗ് മെഷീൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. മെയിൻ ആയിട്ട് സ്പീഡാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റിവോൾവിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളില് ബാസ്കറ്റ്, വെസൽസ്,
കേജ്, ഫ്ലൈ വീല്, ഡിസ്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. റിവോൾവിംഗ് മെഷീൻസ് നമ്മൾ ആ സ്പീഡ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഓവർ സ്പീഡ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആക്സിഡൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം എത്രയാണോ ആ ഒരു റിവോൾവ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ തെറിക്കൽ സ്പീഡ് അത് നമ്മൾ അലോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ വർക്ക് ചെയ്യുന്നവർക്ക്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ്, അത് റിസ്ക് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സെഷൻ 30 പറയുന്നത്. Revolving machine, section 30. In the place where grinding is done, it is necessary to put a notice significant the maximum spherical speed that is not dangerous to work on each grindstone and obstacle wheels. എത്രയാണ് അതിന്റെ മാക്സിമം ഈ റിവോൾവ് ചെയ്യുന്ന സ്പീഡ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യണം. അല്ല എന്ന് വെച്ചാൽ അതൊരിക്കലും ഡേഞ്ചറസ് ആവില്ല. മാക്സിമം സ്പീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. The maximum secure speed of a spindle or shaft on which the wheel is mounted also needed to be displayed. നമ്മൾ ആ മാക്സിമം സ്പീഡ് അതൊരു ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ്. ഇപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന സ്പീഡിലാണ് എന്ന് ഡിസ്പ്ലേയിൽ കാണിക്കണം. ഐഡന്റിഫൈ ചെയ്യാനാണ്. മേ ബി എന്തെങ്കിലും മെഷീൻസ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല എപ്പോഴാണ് ഔട്ട് ഓഫ് ഓർഡർ ആവുന്നതെന്ന്. അപ്പൊ മാക്സിമം അതിന് സ്പീഡ് കാണിക്കുന്നത് വേണം. സ്പീഡ് കാണിക്കുന്നത് നമ്മള് വെഹിക്കിളിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അപ്പൊ ഒരു സ്പീഡ് മീറ്ററിൽ സ്പീഡ് കാണിക്കും അല്ലേ. അതേപോലെ ഈ മെഷീൻസിനും എന്ത് വേണം, സ്പീഡ് കാണിക്കണം. എത്ര സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഡേഞ്ചർ ചില ഇത് മിനിമം അല്ലെങ്കിൽ 0, മിനിമം, മാക്സിമം ആയിരിക്കും ചിലപ്പോൾ നടുക്ക് വരുന്നത്. ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ അത് എവിടെയാണ് എന്ന് എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡേഞ്ചറിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണം. Along with this, the secure revolving speed of the object, basket, vessel, cage, flywheel, disc or pulley also needed to be maintained. അതേപോലെ തന്നെ മറ്റു ഒബ്ജക്ട്സ്, സ്പീഡ് ഓഫ് എവറി ഒബ്ജക്ട്, ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. നമ്മൾ ആ ഒരു മെറ്റീരിയൽ കണ്ടപ്പോ നമ്മള് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടോ, അതിന്റെയൊക്കെ സ്പീഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ബാസ്കറ്റും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ്. നമ്മളിപ്പോ ഞാൻ ആദ്യം കാണിച്ചത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഒരു മെഷീൻ ആയിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള വെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം. കാരണം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴാണ് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നത് ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോ കണ്ടോ ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ വാട്ടർ പമ്പിന്റെ പ്രഷർ എത്രയാണ്, അതിന്റെ നോർമൽ എത്രയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മള് പ്രഷർ പ്ലാന്റുകളാണ് സെഷൻ 31 പറയുന്നത്. പ്രഷർ പ്ലാന്റുകളെ കുറിച്ചിട്ടാണ്. ചില പ്ലാന്റുകളിൽ എന്താണ് നമ്മുടെ നോർമൽ പ്രഷറിനേക്കാളും കൂടുതൽ എന്താണ് നോർമൽ പ്രഷറിനേക്കാളും കൂടുതൽ എന്തുണ്ടാവും, പ്രഷർ ഉണ്ടാവും. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഹൈ പ്രഷർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ വരുന്ന സിറ്റുവേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മേക്ക് ഷുവർ ദാറ്റ് സ്യൂട്ടബിൾ വർക്കിംഗ് പ്രഷർ ഇസ് മെയിൻറ്റെയിൻ. അതിന് ചുറ്റും വർക്ക് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു പ്രഷർ പ്ലാന്റ് ആണ്. മേ ബി ഈ പ്രഷർ പ്ലാന്റിന്റെ ഉള്ളിൽ മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ കവറൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പ്രഷർ പ്ലാന്റിന്റെ ഉള്ളിലായിരിക്കും മെഷീൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും മറ്റ് ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നല്ല കവറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റീലിന്റെ ഒക്കെ സ്റ്റീൽ മെറ്റീരിയലൊക്കെ വന്നിട്ട് വരുമ്പോൾ കവറിംഗ് ഒക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ പ്രഷർ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പൊ പ്രഷർ പ്ലാന്റ് ഈ ലീക്ക് വന്നു. ഭോപ്പാൽ ദുരന്തം അറിയോ നിങ്ങൾക്ക്? ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ഇതേപോലൊരു ഫാക്ടറിയില് ഇതേപോലൊരു അനാസ്ഥ നടന്നത് കൊണ്ട് മാത്രം അവിടെ ഉള്ള ഫാക്ടറിയുടെ എംപ്ലോയീസിന് മാത്രമല്ല ജീവൻ നഷ്ടപ്പെട്ടു പോയത്, തൊട്ടടുത്തുള്ള എന്താ പറയാ പാവപ്പെട്ട ആൾക്കാർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ മൊത്തം ഡിസ്ട്രോ ചെയ്ത് പോയ ഒരു ദുരന്തമാണ്. ആ ഒരു ഫാക്ടറിയുടെ പേരൊന്നും പറയാൻ പാടില്ലല്ലോ. ആ ഫാക്ടറിയുടെ
പ്ലാന്റിൽ നിന്നുള്ള ലീക്ക് കാരണം അങ്ങനെ വന്നൊരു പ്രശ്നമായിരുന്നു ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു ഇമേജ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവൂലേ? കുഞ്ഞില് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ ഓരോരുത്തരും ഇമേജ് കാണുമ്പോ തന്നെ സങ്കടമാവും. കാരണം ഒരു ഫാക്ടറിയില് ചെറിയൊരു അനാസ്ഥ നടന്നത് കൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുഞ്ഞു മക്കള്, അതേപോലെ ഇന്നും അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരുപാട് പേര്. അപ്പൊ നമ്മള് ഫാക്ടറിയിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. നിസ്സാരമാണ്, സിമ്പിൾ ആണെന്നൊക്കെ വിചാരിക്കരുത്. അത് ഫ്രോഡ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം എപ്പോഴാണ് എന്ത് എമർജൻസി ആണ് വരുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് വരണം. അത് പ്രഷർ പ്ലാന്റിൽ വന്നൊരു പ്രശ്നമായിരുന്നു. അവര് ആ ഒരു എന്താ പറയുക പെട്ടെന്ന് സ്പ്രെഡ് ആകുകയും അത് അതിന്റെ സ്മെല്ല് പെട്ടെന്ന് ആ ഒരു ഏരിയയിലേക്ക് പോവുകയും ഒരുപാട് പേര് അത് ശ്വസിക്കുന്നതിൽ മൂലം ചിലപ്പോ ചിലവര് അറിഞ്ഞിട്ടും കൂടിയില്ല മനുഷ്യൻ മരിക്കുന്ന അവര് അറിയുന്നതാണ്. രാത്രിയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അറിയാതെ മരണം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അറിഞ്ഞവരാണെങ്കിൽ രക്ഷപ്പെടാൻ നോക്കി. അപ്പോഴും അവര് ഈ ഫാക്ടറിയുടെ അടുത്തേക്കാണ് ഓടുന്നത്, ഓപ്പോസിറ്റ് പോയില്ല. കാരണം ആരെങ്കിലും ഉണ്ടാവില്ല, ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് പേര് മരണം സംഭവിച്ചൊരു ദുരന്തമാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. കാരണം അവിടെയുള്ള എംപ്ലോയീസിന്റെ അസുഖങ്ങൾ വന്നു. അവിടുത്തെ ഇപ്പോ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് മാറാത്ത ഒരുപാട് അസുഖങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ഇപ്പൊ പ്രഷർ പ്ലാന്റ് കാര്യം ശ്രദ്ധിക്കണം. സെക്ഷൻ 31 ഓഫ് ഫാക്ടറി ആക്ടിലാണ് പ്രഷർ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. In plant where there is higher pressure than atmospheric pressure മേക്കാളും higher ആണെങ്കിൽ it is required to make appropriate arrangement to make sure that a suitable working pressure is maintained. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് പ്രഷർ ആണ് ഫാക്ടറിയുടെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. The state government can make the rule and test any plant or machinery for pressure. സ്റ്റേറ്റ് ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും ഈ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ എക്സെപ്റ്റ് എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഫ്രം ദിസ് റൂൾ. അതേപോലെ ചില ഇത്ര പ്രഷറിന് മേലെ ഇല്ലാത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മളൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റെയർ, ഫ്ലോറ്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മള് ഈ സ്റ്റെയറിലൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെയറുകൾ ഉണ്ടല്ലോ, സ്റ്റെയറുകൾക്ക് ചിലപ്പോൾ ഹാൻഡ് ഡ്രിൽ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഹാൻഡ് ഡ്രിൽ എന്താണെന്ന് അറിയാലോ? ജസ്റ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചില്ല. ഹാൻഡ് ഡ്രിൽ ചിലപ്പോൾ നിങ്ങളത് കൈവരി, മലയാളം കിട്ടി, കൈവരികള്. അത് ഇപ്പൊ ഞാൻ വീടിന്റെ എങ്ങാണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോ കാണുന്നൊക്കെ ഹാൻഡ് സ്റ്റെയർസ് ഒക്കെ കൈവരികളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കൈവരികളല്ല ഇവർ പറയുന്നത്. വലിയ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ഹാൻഡ് ഡ്രില്ലുകൾ മസ്റ്റ് ആണ്. നമുക്ക് മേ ബി ലിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് ഡ്രില്ലുകൾ പിടിച്ചായിരിക്കണം നമുക്ക് ഓടുക. കാരണം മേ ബി അങ്ങനെ ആക്സിഡൻസ് സംഭവിക്കും. ഹാൻഡ് ഡ്രിൽ ഇല്ലാത്തത് കൊണ്ട് മേ ബി താഴത്തേക്ക് വീണ് ആക്സിഡന്റ് പറ്റുന്നതായിട്ടൊക്കെ മേ ബി നമ്മളൊന്ന് തെന്നിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് പിടിക്കാനൊന്നും കിട്ടിയില്ല. സോ മേ ബി എന്താണ് നമ്മൾ താഴത്തേക്ക് വീഴും, ആക്സിഡന്റ് സംഭവിച്ചു. അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ ഒന്നും കണ്ടിട്ടില്ല. സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഹാൻഡിൽ ഇല്ലാതെ വീഴുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് ഈ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്. ഇപ്പോ ഫിലിമിൽ അല്ലെങ്കിൽ പോലും ഹാൻഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും സ്റ്റെയർ പ്രോപ്പറായിട്ട് സ്റ്റെയർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് ഭയങ്കര റിസ്ക് ആണ്. അതേപോലെ ഫ്ലോറിൽ നിന്ന് മുകളില് നിലയിൽ നിന്ന് വീണ് എന്തെങ്കിലും കൺസ്ട്രക്ഷന്റെ പോരായ്മ കാരണം വീണ് ആക്സിഡന്റ് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് നോക്കാം. ഫ്ലോർസ്, stairs and means of access. Section 32. The maintenance of stair, floors, steps, passage, gateways should be perfect. Stair, floor, steps, passage കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം.
പഴയ ബിൽഡിങ്ങിന്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റെയറും കാര്യങ്ങളൊക്കെ വീക്ക് ആയിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ പഴയ ബിൽഡിംഗ് എന്ന് പറയണ്ട, ഞങ്ങളുടെയൊക്കെ നാട്ടില് അറിയാലോ പറവൂരാണ് സ്ഥലം. നമുക്ക് ഫ്ലഡ് വന്നത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? 2018 ഫ്ലഡ്. ഈ ഫ്ലഡ് വന്നതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ ഏരിയ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ പോലും സ്റ്റെയർസും കാര്യങ്ങളും ഇപ്പൊ ഓക്കെ അല്ല. കാരണം ചില വീടുകള് പണിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പണിത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയാ, അത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ബിൽഡിംഗ് ഒക്കെ എന്താണ് ചില നമ്മള് മുനിസിപ്പാലിറ്റിന്നൊക്കെ ഇൻസ്പെക്ഷന്റെ കാര്യമായിട്ട് വന്നു. മുനിസിപ്പാലിറ്റി ഡിസപ്രൂവ് ചെയ്തു. കാരണം അതിന്റെ ബലഹീനത അവർ പരിശോധിച്ചു ഡിസപ്രൂവ് ചെയ്തു. കാരണം അത് ഓക്കെ ആയില്ല. കാരണം എന്താണ്, ഈ ഫ്ലോർസും സ്റ്റെയർസ് ഒക്കെ ബലഹീനതപ്പെട്ടു എന്ന് പറഞ്ഞ് ഡിസപ്രൂവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ മേ ബി ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു 2-3 വീടുകൾ ഇതേപോലെ ഡിസപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി ബലഹീനതയുടെ പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റീസൺസ് കാരണം നമുക്കിങ്ങനെ എന്ത് വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് ഫുള്ളായിട്ട് ഇടിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റെയർസ് ഫ്ലോർസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഹാൻഡ് ഡ്രിൽ ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ മോർ സെക്യൂരിറ്റി. കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ഡ്രിൽ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. എവറി ഫാക്ടറി ഷുഡ് ബി ഇറ്റ്സ് എംപ്ലോയി വിത്ത് സേഫ് അക്സസ് ടു ദ വർക്ക് പ്ലേസ്. എല്ലാ ഫാക്ടറിനെ സംബന്ധിച്ചും അവരുടെ എംപ്ലോയീസിന് ഒരു സേഫ് ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫാക്ടറീസ് ബിൽഡ് ചെയ്യുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് വർക്കിംഗ് അറ്റ് ദ പ്ലേസ് വെർ ഹി ഹാസ് റിസ്ക് ടു fall down from the height more than 2 meters. നമ്മൾ ഒരു വ്യക്തി 2 മീറ്റർ മുകളിൽ നിന്ന് പോലും താഴത്തേക്ക് വീഴുന്ന രീതിയിൽ ഒരു റിസ്ക് നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം അറിയാലോ, 2 മീറ്റർ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാന്ന് പറഞ്ഞാൽ തന്നെ മേ ബി പ്രായമായതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ, എനിക്കിപ്പോ ഒന്ന് വീണാൽ പോലും ഒരു 2 അടി നേരെ വീണാൽ പോലും കാലുവേദന കൈവേദനയൊക്കെ വരും. ഒന്ന് ആലോചിച്ച് 2 മീറ്റർ ഉയരത്തിൽ വീഴുമ്പോ ആൾക്ക് മേ ബി എന്തെങ്കിലും ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാനുള്ള അവസരം ഫാക്ടറി ഓണേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. It is required to fencing or follow other safety techniques to safeguard the workers. അതേപോലെ മറ്റ് എന്തെങ്കിലും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണം. കാരണം വർക്കേഴ്സിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് സെഷൻ 33 ആണ് കേട്ടോ. നിങ്ങള് ഒത്തിരി ഇതിലെ ഡെഫിനേഷൻസും കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല. ജസ്റ്റ് സെഷൻസും മെയിൻ എക്സാമിന് വരുമ്പോൾ സെഷൻസും ആ ഒരു എന്താണ് ആ സെഷനിൽ പറയുന്നത് ആ ഒരു ഹെഡിങ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇന്ന സെഷൻ സ്റ്റാൻഡ്സ് ഫോർ ഇന്നത് എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. എന്നാലും നമുക്കത് പഠിക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. The pits, some opening in floors and others. Every factory needed to safety cover, fence, any opening in the floor, fixed vessel, tank, stumps or pits that is produce point of danger. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വല്ല കുഴിയോ അതേപോലെ എന്തെങ്കിലും പിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ കവർ ചെയ്യണം. ചില ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോ എന്തെങ്കിലും എന്താ പറയാ സിമെന്റോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ കുറവ് കാരണം മേ ബി നമുക്ക് പിന്നീടായാലും എന്തെങ്കിലും എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, എന്താ പറയാ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ ഫ്ലോറൊക്കെ ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എംപ്ലോയർക്കാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസും കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റിന് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും കുഴിക്കോ കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനും അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് സെഷൻ 33 പറയുന്നത്. ഇനി സെഷൻ 34 പറയുന്നത് എക്സസീവ് വെയിറ്റ്. എക്സസീവ് വെയിറ്റ് ഇപ്പൊ നമ്മൾ ലിഫ്റ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിലെ any working person in a factory is not allowed to pick up or shift or bear a load beyond his means that can be cause injury or harm to him. അപ്പോ നമ്മള് ഒത്തിരി വെയിറ്റ് ഒന്നും പേഴ്സൺസിന് എടുപ്പിക്കാൻ പാടില്ല. കാരണം അത് മേ ബി ആ ഒരു വ്യക്തിക്ക് ഇഞ്ചുറീസോ ഹാമോ
വരാൻ കാരണമാകുന്നുണ്ട്. അത്രയും വെയിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേഴ്സൺസിനെ കൊണ്ട് എടുക്കാൻ പാടില്ല. The state government can recommended the maximum bearable load to be picked up. എത്രയാണ് മാക്സിമം ബിയറബിൾ ആയിട്ട് ഒരാൾക്ക് എത്ര ലോഡ് വരെയും ചുമക്കാം എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റഡ് ഓർ ബോർഡ് ബൈ അഡൾട്ട് മാൻ, അഡൾട്ട് വുമൺ, യങ് മാൻ, ചൈൽഡ് വർക്കേഴ്സ്. ഓരോ വ്യക്തികൾക്കും എത്ര വെയിറ്റ് വരെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ നമ്മൾ കുട്ടികളെ കൊണ്ടായാലും മുതിർന്നവരെ കൊണ്ടായാലും സ്ത്രീകളെ കൊണ്ടായാലും വെയിറ്റ് എടുക്കാൻ പാടുള്ളൂ, വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ. അത് സെക്ഷൻ 34 എക്സസീവ് വെയിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഒരു വ്യക്തിക്ക് എടുക്കുക ചുമട് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിന്റെ മെഷർമെന്റ് ആണ് എക്സസീവ് വെയിറ്റിൽ പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾ നോക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഐ ആണ്. സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐ ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഫാക്ടറിയിൽ ഡീൽ ചെയ്യും. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ ഐയുടെ പ്രൊട്ടക്ഷൻ അത് അഫക്ട് ചെയ്യാറുണ്ട്. മേ ബി ഐ റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മേ ബി നമ്മുടെ കണ്ണിലേക്ക് പോവുകയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ റബ്ബർ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്താണ് നേരത്തെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് അവര് റബ്ബർ ടാപ്പിംഗ് യൂസ് ചെയ്യുന്ന സം കൈൻഡ് ഓഫ് ആസിഡ് അല്ലെ, റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞത് ഷീറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊരു ആസിഡ് യൂസ് ചെയ്യുന്നതിലൂടെയാണ് അവര് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾ ആ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഓക്കെ. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പ്രായമാകുന്നവർക്ക് നേരത്തെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഷീറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ആസിഡ് വേണം. അങ്ങനെ വരുമ്പോ അവർക്ക് അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽ മെറ്റീരിയൽസ് നമ്മൾ ഫാക്ടറീസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ഹാർംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതായിട്ട് കോണ്ടാക്ട് വരാണെങ്കിൽ വീട്ടിൽ എന്താണ് നമ്മുടെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെട്ടു പോകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേറെ പറയാം. ഈ വെൽഡിംഗ് തൊഴിലാളികൾ ഉണ്ടല്ലോ, വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികള്, അവർക്ക് എക്സസീവ് ആയിട്ടുള്ള ലൈറ്റ് അവർ കണ്ണിലേക്ക് വരുന്നതാണ് അല്ലെ. എക്സസീവ് ആയിട്ടുള്ള ലൈറ്റ്സ് കണ്ണിലേക്ക് വരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐ പ്രോബ്ലംസ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഐ പ്രോബ്ലംസ് ചിലപ്പോ നമ്മുടെ പരിസരത്തില് ഈ വെൽഡിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് മേ ബി കാഴ്ചയില് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളും മുൻപേ ആ ഒരു ഏജിന് മുമ്പേ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നോക്കാം. The state government needed to make provision for screens to protect the eyes of workers working in the factory that have harmful particles flying in the atmosphere due to the production process or due to contact with extreme light. നോക്കാം, നമ്മൾ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലാസ് അതേപോലെ തന്നെ ഫേസിലൊരു ഷീൽഡ് പോലത്തെ മെറ്റീരിയൽ ഒക്കെ കണ്ടിട്ടുണ്ടോ? ചില ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കണ്ണിന് ഗ്ലാസ് ഇട്ടിട്ട് വർക്ക് ഫുൾ മെറ്റൽ ഷീൽഡ് ആയിരിക്കും ആ ഫേസ് വരുന്നത്. പിന്നെ അങ്ങനത്തെ മെറ്റീരിയൽസ് എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവരുടെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, ഈ പാർട്ടിക്കിൾസ് ഒക്കെ മേ ബി എന്താണ് കണ്ണിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മള് എന്താ പറയാ, ചില ഫാക്ടറീസ് അല്ലെങ്കിൽ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 1 മിനിറ്റ് ഫാക്ടറീസിൽ നോക്കട്ടെ. ഫാക്ടറീസിലൊക്കെ നമ്മൾ ചില കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കോവിഡിന്റെ സമയത്ത് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടായിരിക്കും കണ്ടതല്ലേ. ഫാക്ടറീസിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം
ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ കണ്ടില്ല അത് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഐ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. To protect the eyes of the workers working in factory that have harmful particles flying in atmosphere. നമുക്കറിയാം നമ്മൾ ഫാക്ടറി വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. അത് നമ്മുടെ കടയിൽ പോകുന്നത് കാഴ്ചയെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഐയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസും കാര്യങ്ങളും യൂസ് ചെയ്യണം. എംപ്ലോയീസ് എല്ലാവരും യൂസ് ചെയ്യണം എന്നൊരു എന്താണ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തത് ഇപ്പോ 7 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. 7th മുതൽ 14th വരെയുള്ള പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അത് ക്ലിയർ ആയോ എന്ന് നോക്കാം കേട്ടോ. നോക്കേ. മിസ്സേ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ മുകളിലേക്ക്? 7th മുതൽ അല്ലേ? അതെ മിസ്. ഓക്കെ, റീഡ് ചെയ്തോട്ടോ, പറഞ്ഞാ മതി.
കംപ്ലീറ്റ് ആകുമ്പോ പറയണം കേട്ടോ. കംപ്ലീറ്റ് ആയി. ഇവിടെ സെഷൻ 36 ആണ് നോക്കുന്നത്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ് ചിലപ്പോ ഫാക്ടറീസിൽ ഉണ്ടാവും. അതേപോലെ പടലങ്ങള്, മറ്റ് തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എന്താ പറയാ ഫാക്ടറി വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ചില വർക്കേഴ്സിന് എന്താ പറയാ ചില ചേമ്പേഴ്സ്, ടാങ്ക്, ട്യൂബ്, പൈപ്പിലേക്കൊന്നും പെർമിറ്റ് ചെയ്യില്ല. റെസ്ട്രിക്റ്റഡ് പ്ലേസ് ഉണ്ടാവും. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ആ വർക്കേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും എടുത്തിട്ട് മാത്രമേ ആ പൈപ്പ് ചിലപ്പോ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ റിപ്പേഴ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും ചേമ്പേഴ്സിലേക്കൊക്കെ വർക്കേഴ്സ് പെർമിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയാ ഇത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമുക്ക് നോക്കാം കേട്ടോ. Precaution against dangerous gas, fumes, and others. Section 36. A worker is not permitted to enter into any tank. Tank, chamber, back, pipe, ഇതിലൊക്കൊന്നും ഒരാളെയും എൻറ്റർ ചെയ്യാൻ പാടില്ല. Any other restricted place that might contain poisonous fumes that are hazardous for the workers. ഇനി അതേപോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ മേ ബി പോയിസണസ് ആയിട്ടുള്ള പുകയും അല്ലെങ്കിൽ പുകപടലങ്ങളും കാരണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ വർക്കേഴ്സിന് ഡേഞ്ചർ ആണ്. He can go in such a place only if the manhole is appropriate circumference and there is proper entry to it. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് കടന്നു പോകാവുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിനെ നമുക്ക് ഇതേപോലുള്ള പ്ലേസിലേക്ക് കടത്തി വിടാനായിട്ട് പാടുള്ളൂ. He can go into such place only when all the measures have been employed to remove any fumes present inside the place. അപ്പോ അങ്ങനെ നമ്മളൊരു വ്യക്തിനെ ആ ഒരു പൈപ്പിലേക്കോ വെസലിലേക്കോ കടത്തി വിടുമ്പോ അതിലുള്ള എല്ലാ ഹസാഡസ് ആയിട്ടുള്ള ഫ്യൂംസും പുകയും ഗ്യാസസും നമ്മളത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഒരു വ്യക്തിനെ അകത്തേക്ക് കയറ്റി വിടാൻ പാടുള്ളൂ. He should also be equipped with appropriate breathing equipments. അതേപോലെ തന്നെ ബ്രീത്തിങ് എക്യുപ്മെന്റ്സ് വേണം ഈ ഒരു വ്യക്തിയുടെ കയ്യില്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം. റിവീലിംഗ് എക്യുപ്മെന്റ്സ്, റോപ്സ് ആൻഡ് ബെൽറ്റ് ഷുഡ് ബി കെപ്റ്റ് റെഡി ഫോർ എനി ക്രൈസിസ്. നമുക്കറിയില്ല ഈ വെസലിന്റെ അകത്ത് എന്താണ് സിറ്റുവേഷൻ ഉള്ളത്, പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മുടെ വ്യക്തിനെ അകത്തേക്ക് വിടുകയാണെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സോടും കൂടി മാത്രമാണ് അവരെ വിടാനായിട്ട് പാടുള്ളൂ. The worker should be sincerely the use of equipment and respiration resistance techniques. അതേപോലെ റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സും എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തി മാത്രമേ ഈ ഒരു വെസൽസിലും കാര്യങ്ങളിലൊക്കെ പോകാൻ പാടുള്ളൂ. ഹൈ റിസ്കി ആയിട്ടുള്ള ജോബാണ്. നല്ല സാലറി നല്ല എമൗണ്ട് ഒക്കെ ആയിരിക്കും, ബട്ട് ഹൈലി റിസ്കി ആണ്. കാരണം ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയിലെ ലൈഫ് തന്നെയാണ് അവിടെ റിസ്ക്. കാരണം എന്തെങ്കിലും ചെറിയൊരു ക്രമക്കേട് സംഭവിച്ചാൽ നമ്മുടെ മെഷീൻസ് ആണ്, ഗ്യാസും ഇതൊന്നും കുഴപ്പമില്ലാതെ സിഗ്നൽ തന്നു, മേ ബി നമ്മൾ എൻറ്റർ ചെയ്യുന്നതായിരിക്കും ഗ്യാസോ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങൾ കാരണം വ്യക്തി മരണം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് പ്രിക്കോഷണറി മെഷേഴ്സും കാര്യങ്ങളും എടുത്തിട്ട് വേണം ഒരു വ്യക്തിനെ ഇതേപോലുള്ള വെസലിലേക്കോ മറ്റ് ഇപ്പോ ചേമ്പേഴ്സിലേക്കോ കടത്തി വിടാനായിട്ട്. The state government can be recommended the circumferences of manhole and can also provide any exemption if is desired. അപ്പോ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, മാൻഹോൾ വേണം, ഒരു വ്യക്തിക്ക് പോകാനുള്ള പ്ലേസ് വേണം, അതിലൂടെ മാൻഹോള് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കി ഇതെന്താണ് പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞത് മേ ബി നമ്മൾ ഈ ചേമ്പർ ടാങ്ക് ഒക്കെ വലിയ ചേമ്പേഴ്സും ടാങ്കും പൈപ്പും ഫ്യൂ ഒക്കെ
പോകുന്ന വഴി ആക്സിഡൻസ് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നിക്കലായിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു വ്യക്തി ഇറങ്ങി ചെന്നത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കറക്റ്റ് ആയിട്ട് സോൾവ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരാണെങ്കിൽ നമ്മൾ അയക്കുന്ന പ്ലേസ് ചേംബേഴ്സിലൊക്കെ മാൻ ഹോൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ ഒരു വ്യക്തിക്ക് ഇറങ്ങി ചെല്ലാവുന്ന ഒരു മാൻ ഹോൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ടാങ്കോ വെസൽസോ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മാൻ ഹോൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പം ഇതിലൂടെ ചിലപ്പോൾ പൈപ്സോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. അപ്പം ആ മാൻ ഹോളും കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മനസ്സിലായോ സംഭവം കണ്ടിട്ട്? നമുക്ക് ഇറങ്ങിച്ചെല്ലാം നമ്മൾ ഓക്സിജൻ കാര്യങ്ങൾ നോക്കിയാണോ എന്നൊക്കെ നോക്കാനുള്ള മെഷീൻസ് കാര്യങ്ങളും ഉണ്ട്. കാരണം ചിലപ്പോ ഈ ഒരു വെസലോ ടാങ്കോ ഒത്തിരി ഭൂമിയുടെ താഴത്തേക്കൂടെ ആയിരിക്കും പോകുന്നത്. ചിലപ്പോ അവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല, ഓക്സിജൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ബ്രീത്തിങ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ക്യാരി ചെയ്യണം. ബ്രീത്തിങ് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിലേക്ക് ഇറങ്ങാനായിട്ട് പാടുള്ളൂ. ഫാക്ടറിയിലൊന്നും കാണുന്നില്ല കേട്ടോ. വേറെ ഇത് തന്നെയാണ്, മാൻഹോളാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, പ്രിക്കോഷൻസ് എടുക്കാം. ഡേഞ്ചർ ആണ്, വളരെ ഡേഞ്ചർ ആണ്. അപ്പൊ കുറച്ചുകൂടി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ഒരു വ്യക്തി അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ. ഓക്കെ, സെക്ഷൻ 36 ഡേഞ്ചറസ് ഗ്യാസ് ഫ്യൂംസ് ആൻഡ് അതേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് ഇങ്ങനെ നോട്ട് പെർമിറ്റഡ് ആണ് വ്യക്തികളെ വെസൽസ് ചേംബേഴ്സിലേക്കൊക്കെ പീപ്പിൾസോ വർക്കേഴ്സിനെ പെർമിറ്റ് ചെയ്യുന്നില്ല. ഇനി പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു നല്ലൊരു രീതിയിൽ മാൻഹോളും അപ്രോപ്രിയേറ്റ് സർക്കംസ്റ്റൻസസ് ഒക്കെ വേണം. അതേപോലെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം. അത് യൂസ് ചെയ്യാനായിട്ട് പ്രാപ്തരായ ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസ് ഫ്യൂംസ്. റീഡ് ചെയ്തോ? ക്ലിയർ ആയോ? ഇനി നമ്മള് സെഷൻ 36A കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്ക് അത് കൂടി നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
സെഷൻ 36A നമ്മള് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളെ ഫാക്ടറിയുടെ ഒക്കെ അകത്തേക്ക് പോകുമ്പോഴേ മേ ബി ലൈറ്റ്സും കാര്യങ്ങളും പ്രോപ്പർ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. പ്രോപ്പർ ആവണമെന്ന് ഇല്ല. ഫാക്ടറിയുടെ ഒക്കെ അകത്തേക്ക് നമ്മള് പോകുമ്പോ കുറച്ച് കഴിയുമ്പോ ചിലപ്പോ ലൈറ്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ്സ് കാണുന്നില്ല കേട്ടോ, പോർട്ടബിൾ ലൈറ്റ്സ്. ഇതേപോലത്തെ ലൈറ്റ്സ് ആണ് സംഭവം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്സ്. Portable electric lights or any other such electric appliance using voltage more than 24 volt must not be allowed inside any confined space, stand, pipe, chamber, vat or flue. 24 വോൾട്ടിൽ കൂടുതലുള്ള ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസും നമ്മൾ ഈ ടാങ്കിലോ ടാങ്ക്, പൈപ്പ്, ചേമ്പേഴ്സിലോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. If such space contains any combustible dust, gas, fumes, only flame-proof lamps can be used inside them. Flame-proof ആയിട്ടുള്ള ലാംപ്സുകൾ മാത്രമാണ് നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനത്തെ ലാംപ്സ് ആണ് അതിന്റെ ഇമേജസിനെ കാണിച്ചു തരാം. ഫ്ലെയിം പ്രൂഫ് ലാംപ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ്. ഫ്ലെയിം പ്രൂഫ് ലാംപ്സ് നേരത്തെ കാണിച്ചതേ ഇമേജ് തന്നെയാണ് കാണിച്ചു തരാവേ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇമേജ്. ഇതേപോലത്തെ ലൈറ്റ്സും കാര്യങ്ങളും മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സാധാരണ നമ്മുടെ ലൈറ്റ്സ് ബൾബുകൾ ഉണ്ടല്ലോ, ആ ബൾബ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് മേ ബി അവിടെ എക്സ്പോഷൻ കാര്യങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവര് ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള ലാംപ്സും കാര്യങ്ങളും മാത്രമേ ഇതേപോലുള്ള ഫാക്ടറീസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ളത് ലൈറ്റ്സ് ആണെന്ന് തോന്നും. അതിന് കവറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ഫാക്ടറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ്സ്. ശ്രദ്ധിക്കണം, കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല, ചെറിയൊരു സ്പാർക്ക് മതി ഈ ഡസ്റ്റ് മൊത്തം എന്ത് ചെയ്യാനായിട്ട്. പെട്ടെന്നായിരിക്കും എക്സ്പ്ലോഷനും കാര്യങ്ങളും വരുന്നത്. ചിലപ്പോൾ പൊട്ടിത്തെറി ആയിരിക്കും. ചെറിയൊരു എക്സ്പ്ലോഷനിൽ നിന്ന് വലിയ അത് പെട്ടെന്നായിരിക്കും സ്പ്രെഡ് ആവുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഓരോ പ്രിക്കോഷൻസും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ഫാക്ടറീസിന്റെ അകത്ത് ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള ലാംപ്സ് യൂസ് ചെയ്യണം. 24 വോൾട്ടിന് മേലെയുള്ള ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസും നമ്മുടെ ടാങ്ക്, ചേമ്പേഴ്സ്, പൈപ്പ് പോലുള്ള മെറ്റീരിയൽസ്, പൈപ്പ് പോലുള്ള ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, അലോ ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണത്? അപ്പോ ഞാൻ 16th പോയിന്റ് വരെ പറയുന്നുള്ളൂ. സെഷൻ 36A വരെയാണ് പറഞ്ഞു നിർത്തുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ഉള്ള പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും ഞാൻ കാണുന്നത്. ഫ്രൈഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കാം. അത് നോക്കി നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരും ഇനി എന്നാ ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. മൺഡേ എന്തായാലും ക്ലാസ് ഉണ്ട്. അപ്പൊ മൺഡേ കറക്റ്റ് ആയിട്ട് ടൈമിൽ കയറാം. അപ്പോ എല്ലാവരും പഠിച്ചു തുടങ്ങാം. നമുക്ക് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു ഇല്ലേ? 7th-നോ 6th-നോ എന്നാണ്? 13-നല്ലേ? ടേം എക്സാം 13-നാണ്. 7th-നാണ്. ടൈം ടേബിൾ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you.